ഈ ലോകത്തുള്ള ദുഃഖകരമായ അവസ്ഥകളെക്കുറിച്ച് മാത്രമാണ് നമുക്കേവർക്കും ഏറ്റവും കൂടുതൽ വിചാരം. ഈശ്വരൻ എത്രയോ സുഖം നമുക്ക് നൽകിയിരിക്കുന്നു. അതൊന്നും തന്നെ നമ്മുടെ ഓർമ്മയിൽ അധികം നിലനിൽക്കുന്നില്ല. അതേസമയം ദുഃഖകരമായ അവസ്ഥകൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്നുകൊണ്ടേയിരിക്കും. എത്രമാത്രമാണ് ഈശ്വരൻ്റെ കൃപ എന്നുള്ളത് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? മഹത്തായ 3 അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതിലൊന്നാമത്തേത് ഈ മനുഷ്യ ജന്മം തന്നെയാണ്. ഈശ്വരൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടമായതാണ് മനുഷ്യജന്മം. രണ്ടാമത്തെ അനുഗ്രഹം ജ്ഞാനം എന്നുള്ളതാണ്. അതായത് നമ്മുടെ ബുദ്ധി, വിവേചന ശക്തി, നമ്മുടെ ക്രിയേറ്റീവ് പവർ, സൃഷ്ടിക്കാനുള്ള നമ്മുടെ കഴിവ്. ഈശ്വരന് മാത്രമാണ് സൃഷ്ടികർമ്മത്തിനുള്ള അധികാരം. എന്നാൽ മനുഷ്യന് ഈശ്വരൻ ഒരളവ് വരെ സൃഷ്ടികർമ്മത്തിനുള്ള അധികാരം അല്ലെങ്കിൽ അതിനുള്ള ബുദ്ധി നൽകിയിരിക്കുന്നു. ഇത് മറ്റൊരു ജീവജാലങ്ങൾക്കുമില്ല. മൂന്നാമത്തെ അനുഗ്രഹം നമുക്ക് മഹത്തായ ഒരു ഗുരു പരമ്പരയെ തന്നെ ലഭിച്ചിരിക്കുന്നു. നമ്മെ നേർവഴി കാട്ടാനുള്ള ഗുരുസങ്കല്പം അത് മറ്റൊരു ജീവജാലങ്ങൾക്കുമില്ല. ആ ഗുരുസങ്കല്പത്തിലൂടെയാണ് നമുക്ക് ഈ ഗ്രന്ഥങ്ങളും ഈ അറിവുകളുമെല്ലാം ലഭ്യമാകുന്നത്. അതും ഈശ്വരൻ നൽകിയ അനുഗ്രഹമാണ്. ഇതൊന്നും തന്നെ നമ്മൾ ഓർക്കാറേയില്ല. പകരം ഇടയ്ക്ക് നമുക്ക് ലഭിക്കുന്ന ദുഃഖങ്ങൾ, അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, അതുമാത്രമാണ് നമ്മൾ ജീവിതത്തിൽ ഓർമ്മിച്ചു വെക്കുന്നത്. ആ വ്യാകുലതയിലാണ് നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ സന്തോഷിക്കുന്നത് വളരെ പരിമിതമായ സമയത്തേക്ക് മാത്രമാണ്. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അതൊരു ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള വഴിയായിത്തീരും.